ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് SR വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനൊരു +1 കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ഓപ്ഷണൽ പേപ്പർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻസി സ്റ്റഡി ടിപ്സ് ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായത് ഒരു അക്കൗണ്ടൻസി സ്റ്റഡി വ്ളോഗിൻ്റെ കൂടെ തന്നെ അങ്ങ് അക്കൗണ്ടൻസി സ്റ്റഡി ടിപ്സ് കൂടെ പറഞ്ഞിട്ട് ചെയ്യാനായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം അക്കൗണ്ടൻസി പഠിക്കണ്ടേ, ഞാനിനിയും അക്കൗണ്ടൻസി പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് പഠിക്കാനോ ഒരു സ്ട്രക്ചർഡ് ആയിട്ടൊന്നും പോകുന്നില്ല, റുട്ടീനായിട്ടൊന്നും പോകുന്നില്ല. നല്ല എക്സ്ഹോസ്റ്റഡ് ആയിട്ട് ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പഠിക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് അക്കൗണ്ടൻസി സ്റ്റഡി ടിപ്സ് ആയിട്ട് പറയാം, ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ യൂസ്ഫുൾ ആവുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ ഓരോ വീഡിയോസിൻ്റെ ഇടയിൽ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസിനൂടെ ആൻസേഴ്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. സോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കാം. പിന്നെന്താ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അതൊന്നും മൈൻഡ് ആക്കേണ്ട, വീഡിയോ അങ്ങ് കാണുക. 2x വേണമെങ്കിൽ ഇട്ട് കണ്ടോ, കാരണം സമയം അത്രയേ ഉള്ളൂ, നമുക്ക് വേഗം പഠിച്ച് അടിപൊളി ആവേണ്ടതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഫുള്ളി ഒരു പുതിയ സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ബേസ് തൊട്ട് പഠിക്കാനുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ. സോ ബേസ് തൊട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചായാലും അക്കൗണ്ടൻസി പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തോന്നുന്നില്ല, ഇങ്ങനെ പഠിച്ചാൽ ഈ മാർക്ക് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ സംഭവം എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് കടക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടൻസിൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടി ജീവിതമാണല്ലോ. അപ്പോൾ പിന്നെ സ്കെയിൽ, പെൻസിൽ, കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് ആവശ്യമുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഇട്ട് കുത്താൻ വേണ്ടിയിട്ട് ടൈം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം ഒന്നാമത് പോകും. കാരണം ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് തന്നെ സെറ്റാക്കുമ്പോഴത്തേക്ക് ടൈം എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് പോകും. സോ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം അക്കൗണ്ടൻസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പെട്ടി വരക്കണം, പിന്നെ ഈ കാൽക്കുലേറ്റർ ഇട്ട് കുത്തണം, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റർ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് അതായത് ദിവസവും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. സോ നമുക്ക് കാൽക്കുലേറ്ററിന് എക്സാം ഹാളിൽ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് ഫസ്റ്റ് ടിപ്പായിട്ട് പറയാനുള്ളത്. പിന്നെന്താ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റഡി ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിയറി ഉണ്ട് ഈ ഒരു അക്കൗണ്ടൻസിയിൽ. അതുപോലെ തന്നെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട സംഭവം, കുറച്ചധികം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഫോർമാറ്റ് ബൈഹാർട്ട് പഠിക്കാനുണ്ട്. കുറേ ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസിലാണെങ്കിൽ ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഠിക്കണം, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ വരച്ച് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെന്താ ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ കളിയിലാണ് വരിക എന്നുള്ളതൊക്കെ നല്ലപോലെ ബൈഹാർട്ട് ചെയ്ത് എന്തെങ്കിലും കോഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം ഒന്ന് മാറിപ്പോയാൽ മൊത്തത്തിലങ്ങ് പണി പാളും. ബാലൻസ് ഷീറ്റ് പിന്നെ ബാലൻസ് ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ഐറ്റംസൊക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക. നല്ലപോലെ ഫോർമാറ്റ് ബൈഹാർട്ട് ആക്കാൻ എന്നല്ല, എന്തെങ്കിലും കോഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ആക്കി വെക്കുക. അതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് തിയറിൻ്റെ കാര്യമാണെങ്കിൽ തിയറിയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തിയറി പൊതുവെ എനിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ഓൺവേർഡ്സിൽ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ നല്ലപോലെ സംഭവം ഇപ്പോൾ കുറേ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട പരിപാടി ഉണ്ടല്ലോ, ഗ്യാപ്പ് എന്നൊക്കെ പറ്റില്ലേ, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അങ്ങനെയുള്ള കുറച്ച് ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കുറേ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇതൊന്നും ഞാൻ ഇനി ഫോളോ ചെയ്തിട്ടില്ല, അതൊരു പോയിൻ്റാണ്. ഞാൻ ഇനി അക്കൗണ്ടൻസി പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അക്കൗണ്ടൻസി സ്റ്റഡി വ്ളോഗൊക്കെ ചെയ്യുന്ന ടൈമിൽ ടിപ്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് പിന്നെ നടത്തിയെടുക്കാം. നല്ലപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുമെന്നല്ല, പക്ഷേങ്കിൽ ക്ലാസ്സൊക്കെ കണ്ടിട്ട് വർക്കൗട്ട് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നമുക്ക് അക്കൗണ്ടൻസിൽ നല്ല മാർക്ക് കിട്ടും. അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. PYQs എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ HSSlive.in എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ ലേബർ ഇന്ത്യ ഗൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ട്.
കീ പോയിന്റ്സ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം റെഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ നോട്ട്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാണ്ട് ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ നല്ലപോലെ യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം ടെക്സ്റ്റ് ബുക്കിലാണ് ഇപ്പം നമ്മുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ നോട്ട്സിൽ ക്യാപിറ്റൽ റിസർവിനെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടെക്സ്റ്റിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ നിന്നാണല്ലോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് പിന്നെ ഗൈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ടൈം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതൊരു ഒരുമാതിരി മാത്സ് പോലെ തന്നെ, കാരണം നമുക്ക് പെട്ടിയും കാര്യങ്ങളൊക്കെ വരക്കേണ്ടതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടി പറ്റൂ. അല്ലാണ്ട് നമ്മൾ എക്സാമിന് ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഫോർമാറ്റ് ബൈ ഹാർട്ട് ആക്കുക. പിന്നെ ഇതിൽ ഇക്വേഷൻ ഒന്നുമില്ല, നമുക്ക് ഡിപ്രിസിയേഷനിൽ മാത്രമേ കുറച്ച് ഒരു 2 ഇക്വേഷനൊക്കെ വരുന്നുള്ളൂ. അത് ഭയങ്കര കുഞ്ഞി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ബൈ ഹാർട്ട് എന്നല്ല, മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും കോഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലപോലെ മെമ്മറിയിൽ വരുന്ന പോലെ ചെയ്ത് വെക്കുക. പിന്നെന്താ, തിയറി ആണെങ്കിൽ നമുക്ക് 2ാമത്തെ ചാപ്റ്റർ ഫുള്ളി തിയറിയാണ്. കുറേ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ അതൊക്കെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ട് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക, നല്ലപോലെ പഠിച്ചു വെക്കുക. പിന്നെന്താ, ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പഠിച്ച് തുടങ്ങുമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഡോണ്ട് വറി, എന്തായാലും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തൊക്കെ പഠിക്കുക, അത്ര തന്നെ. പിന്നെ നമ്മുടെ ട്രയൽ ബാലൻസ് BRS ഒക്കെ വെച്ചാൽ നല്ലപോലെ കൺഫ്യൂഷൻ ആവുന്ന സംഭവങ്ങളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള സംഭവം എന്ന് വെച്ചാൽ BRS, ട്രയൽ ബാലൻസ്, ഡിപ്രിസിയേഷൻ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ എന്ന് വെച്ചാൽ കുറേ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. അപ്പോൾ അതറിയുമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരുവേനു. പിന്നെന്താ, യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ വെയിറ്റേജൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ അക്കൗണ്ടൻസിൽ നമ്മൾ ഫസ്റ്റ് തൊട്ടേ വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിലോട്ടുള്ള ചാപ്റ്റേഴ്സ് ക്ലിയർ ആയിട്ട് ഒന്ന് ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തൊട്ടേ വൃത്തിക്ക് അങ്ങ് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സോ നമുക്കിനി കഴിഞ്ഞ വീഡിയോസിലായിട്ട് വന്ന കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ശരിക്കും അത് ഞാൻ വോയിസ് ആയിട്ട് റിപ്ലൈ ചെയ്താൽ പോലെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ പറയാൻ വിചാരിച്ചത്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാം മാർക്കിൻ്റെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് സ്റ്റഡി ടിപ്സ് പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് സ്റ്റഡി ടിപ്സ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ബിസിനസ് ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു തിയറി സബ്ജക്റ്റാണ്, സോഷ്യൽ പോലെയാണ്. അപ്പോൾ എന്തായാലും ഉറക്കം വരും. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതായത് നമുക്കിനി ആകെ അത്ര ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ നല്ലപോലെ എഫേർട്ട് ഇട്ട് പഠിക്കുക. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ 2 ദിവസമായിട്ടും അങ്ങനെ പഠിക്കലില്ല. ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. ബട്ട് വി വിൽ ബി ഇൻ ദ ട്രാക്ക്, അത്ര തന്നെ. നമ്മൾ തിരിച്ചു വരും, അത്ര തന്നെ. അപ്പോൾ ബിസിനസ് ബുക്ക് തുറക്കുമ്പോൾ ഉറക്കം വരുമെന്ന് പറഞ്ഞാൽ നല്ലപോലെ തണുത്ത വെള്ളമൊക്കെ എടുത്ത് മുഖമെല്ലാം നല്ലപോലെ കഴുകുക. പിന്നെന്താ, ഫേസ് വാഷൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകുക. അപ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് തോന്നും. പിന്നെന്താ പറയുക, പിന്നെ ഹോട്ട് വാട്ടറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക, കുറച്ച് വെള്ളമെല്ലാം സിപ്പായിട്ട് കുടിക്കുക. പിന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്ര തന്നെ. പിന്നെന്താ, പറ്റും എന്നുള്ള രീതിയിൽ അങ്ങ് പഠിക്കുക. പിന്നെ നെക്സ്റ്റ്, ഏത് ഓൺലൈൻ ക്ലാസ്സാണ് ബെസ്റ്റെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇന്ന ക്ലാസ് ഞാൻ കാണും അങ്ങനെയൊന്നുമില്ല. ഞാൻ പൊതുവെ +1 സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പൊതുവെ ഞാനിപ്പോൾ സൈലവും എജുപോർട്ട് എക്സാമിനർ ഇങ്ങനെ 3 മാറിയാണ് കാണാറ്. അത് ഞാൻ കൂടുതലും ബിസിനസ്സിന് കണ്ടിട്ടുണ്ടായത് നമ്മുടെ സൈലാണ്. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കാണുന്ന എക്സാമിനറാണ്. പിന്നെ അക്കൗണ്ടൻസി ഞാൻ ഇതുവരെ ക്ലാസ് കണ്ടത് സൈലം തന്നെയാണ്. മറ്റേ എക്സാമിനർ കുറവേ കണ്ടിട്ടുള്ളൂ. പിന്നെന്താ, എജുപോർട്ട് ഞാൻ തീരെ കണ്ടിട്ടില്ല. എജുപോർട്ട് ഞാൻ കൂടുതലായിട്ടും ഇംഗ്ലീഷാണ് കാണുന്നത്. പിന്നെ ഹിന്ദി ആണെങ്കിൽ ഞാൻ എക്സാമിനർ തന്നെയാണ് കാണൽ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സീനിയർ ചേച്ചിയാണെന്ന് തോന്നുന്നു ഫുൾ മാർക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ ഒരു കമൻറ്റ് കാണാത്തുണ്ടെങ്കിൽ എന്തായാലും കാണുക. അതിൽ തന്നെ പറയുന്നുണ്ട് നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ച് പറഞ്ഞിരുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അതിൽ അക്കൗണ്ടൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണമെന്നും അതുപോലെ തന്നെ ബിസിനസ് ആണെങ്കിൽ നല്ലപോലെ റിവൈസ് ചെയ്ത് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കമൻറ്റ്. ഭയങ്കര ഒരു സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ അക്കൗണ്ടൻസിൻ്റെ സ്റ്റഡി ടിപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കൗണ്ടൻസിൻ്റെ സ്റ്റഡി ടിപ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഗ്രാമറിൻ്റെ റൂൾസ്, അത് ഇംഗ്ലീഷിൻ്റെ വന്നതാണ്. ഗ്രാമർ റൂൾസ് എഴുതി വെച്ച നോട്ട്സ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രാമറിന് അങ്ങനെ നോട്ട്സ് ആയിട്ടല്ല, പക്ഷേങ്കിൽ
റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ കുറച്ച് റൂൾസ് അല്ല, കുറച്ചൊരു ഒരു അസർട്ടീവ് സെൻറ്റൻസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എക്സ്ക്ലമേറ്ററിൻ്റെ റിപ്പോർട്ടിംഗ് വേർബ് ഏതാ, അങ്ങനെയുള്ള കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്തായാലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെന്താ, എത്ര പഠിച്ചിട്ട് ഇംഗ്ലീഷ് മാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ, നല്ലപോലെ ടെക്സ്റ്റ് വായിക്കുക, നല്ലപോലെ എന്താ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും സോൾവ് ചെയ്യാനില്ല, പക്ഷേ ഈ ഗ്രാമറൊക്കെ നല്ലപോലെ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ ആ ഒരു റൂൾസ് മനസ്സിലാക്കി നോക്കുക. പിന്നെ ഇംഗ്ലീഷ് നല്ലപോലെ നല്ലപോലെ നമ്മൾ ടെക്സ്റ്റ് വായിക്കുക, നല്ലപോലെ നോട്ട്സ് നല്ലപോലെ വായിക്കുക, പിന്നെന്താ ക്ലാസ് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ എനിക്ക് ഏറ്റവും അറിയാത്തത് ഇംഗ്ലീഷാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിക്കണ്ട, ഇംഗ്ലീഷ് നല്ലപോലെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വായിച്ച് നല്ലപോലെ സെറ്റാക്കിയാൽ മതി, മാർക്കൊക്കെ കിട്ടും. പിന്നെ ബിസിനസ്സിൽ 71 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടിപൊളി. പിന്നെന്താണ്, ചാപ്റ്റർ 12 പഠിക്കണം എന്ന് നിർബന്ധമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ചാപ്റ്റർ 12 എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെയാണ് മൊത്തം പറഞ്ഞിട്ടുണ്ടായത്. 1 and 2 അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒന്നിൽ തന്നെയാണ് എല്ലാം പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ അതിൻ്റെ വെയിറ്റേജ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓരോ ചാപ്റ്റേഴ്സിൻ്റെ. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം, വേറൊരു വീഡിയോയിലായിട്ട് പറയാം, കാരണം ഈ ഒരു വീഡിയോ ലെങ്ത് ആയിട്ട് പോവുകയാണ്. പിന്നെ അക്കൗണ്ടൻസി സ്റ്റഡി ടിപ്സ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം തുടക്കത്തിൽ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കുറേ ദിവസം ലീവ് ആയല്ലോ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ ഇനി ഉള്ള ദിവസങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇംഗ്ലീഷ് സ്റ്റഡി ടിപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ സ്റ്റഡി സബ്ജക്റ്റും ഒക്കെ വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല ഞാൻ, പക്ഷേങ്കിൽ ഇപ്പോൾ മോർണിംഗ് ഒക്കെ എണീക്കാൻ വേണ്ടി ട്രൈ ചെയ്യലുണ്ട്, പക്ഷെ പഠിക്കാനൊന്നും കഴിയുന്നില്ല. നമ്മൾ 10th ചെയ്ത പോലെ നൈറ്റ് ഔളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ റുട്ടീനും കാര്യങ്ങളൊക്കെ തെറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ പഠിക്കാത്തത്. എന്തായാലും നമ്മളൊരു കംബാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഡോണ്ട് വറി, എന്തായാലും ഇനിയുള്ള ടൈം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് പറ്റുന്ന പോലെ അങ്ങ് പഠിച്ച് തീർക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പഠിച്ച് എവിടെ വരെ എത്തി എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.